പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 6-ാം ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ചില ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ടും പങ്കുവച്ചത്. സഭയാകുന്ന അമ്മ മക്കളായ നമുക്ക് തരുന്ന മുലപ്പാലാണ് കുർബാന എന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞത് നമ്മൾ ഓർത്തു. പ്രിയപ്പെട്ടവരെ, അടയാളങ്ങളുടെ പിന്നാലെ പോകാതെ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഈശോയെ വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടി കാണുവാനും വിശ്വാസത്തിൽ വളരുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദാഹത്തോടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 6-ാം ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിൽ ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനം നൽകേണ്ട ചിന്ത, പക്ഷേ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ മുൻകൂട്ടി നമ്മൾ പങ്കുവെക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈശോ കുർബാന സ്ഥാപിച്ചത് എന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കും. എങ്കിലും അതിൻ്റെ ഒരു സാരസംഗ്രഹം ഇന്ന് നമ്മൾ പങ്കുവെക്കുകയാണ്. അല്പം ദൈവശാസ്ത്ര ചിന്ത പറയുന്നത് കൊണ്ട് നിങ്ങൾ ഉറക്കം വരാതെ നല്ല ഒരുക്കത്തോടും ശ്രദ്ധയോടും കൂടി ഇന്ന് ഇത് കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ആത്മീയ സുഹൃത്ത് ഒരിക്കൽ പങ്കുവെച്ച ഒരു കാര്യം ഇതാണ്. കുർബാന തുടങ്ങിയാൽ തീരുന്നത് വരെ ഒരു ദൈവിക തേജസ് അദ്ദേഹത്തെ വലയം ചെയ്യാറുണ്ട്. എന്നും കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു മകനാണ്. സ്വകാര്യാനുഭവങ്ങൾ ഒരിക്കലും എന്നോട് പറയില്ല. അങ്ങനെ ഒരു എളിമയുള്ള മകനാണ്. പക്ഷേ ഈ ദൈവിക തേജസ് വലയം ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അല്പം അത്ഭുതവും അസൂയയും ഒക്കെ തോന്നി. ഒന്നും എന്നോട് വിട്ടു പറഞ്ഞില്ല. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു. ഈശോയുടെ രൂപാന്തരീകരണത്തിൽ പത്രോസൊക്കെ പറഞ്ഞില്ലേ, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒരു മേഘം വന്ന് വലയം ചെയ്തപ്പോൾ അവർക്കുണ്ടായ അനുഭവം ഏതാണ്ട് ഒരു താരതമ്യം ചെയ്യാൻ സാധിക്കില്ലെങ്കിലും അതുപോലെയുള്ളൊരു അനുഭവമാണത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ കുർബാനയും മനുഷ്യൻ ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയോ കർമ്മമോ അല്ല. മനുഷ്യ മക്കളുടെയും സഭയുടെയും ലോകത്തിൻ്റെയും ഒക്കെ വിശുദ്ധീകരണത്തിനായി ഈശോ അർപ്പിക്കുന്ന ബലിയിലാണ് നാം പങ്കുചേരുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു, ഇനിയും പറയും. കാരണം ഇത് ബോധ്യമായാൽ ദൈവിക തേജസ് നമ്മിലും നിറയും. ദൈവം മനുഷ്യന് വേണ്ടി, ലോകത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നാണ് ബലി. ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിലൂടെ നമുക്ക് എന്തൊക്കെ നേടിത്തന്നു എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഈശോ നമ്മെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. രക്ഷ വാങ്ങിത്തന്നു. ഇനി കുറച്ചും കൂടി നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി, ഒന്നാമത് പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടി. ഏദൻ തോട്ടത്തിലെ പതനത്തിന് ശേഷം കാൽവരി മരണം വരെ ഈ ലോകത്തിൻ്റെ അധികാരി പിശാചായിരുന്നു. ഈ അധികാരം കാൽവരി മരണത്തിലൂടെ ഈശോ റദ്ദ് ചെയ്തു. അധികാരമില്ലാതായെങ്കിലും പിശാച് നശിച്ചില്ല. 2-ാം ആഗമനത്തിലേ നശിക്കുകയുള്ളൂ. ഇന്നും അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ ചുറ്റി നടക്കുന്നുണ്ട്. പക്ഷേ അധികാരമില്ല. പക്ഷേ ആധിപത്യത്തെ ഈശോ ഇല്ലാതാക്കി. രണ്ടാമത്തേത്, പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചനം കിട്ടി. കാൽവരിയിൽ ഈശോ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു. പാപം നമ്മുടെ മേൽ ഇനി ഒരിക്കലും ഭരണം നടത്തുകയില്ല. എന്ന് പറഞ്ഞാൽ ഈശോ കാൽവരിയിൽ മരിക്കുന്നതിന് മുൻപ് ഒരാൾക്കൊരു പാപത്തിൽ വീണാൽ അയാൾ പിറ്റേ ദിവസം കുറ്റബോധത്തോടെ ആത്മഹത്യയിലേക്ക് വേണം പോകാം. പക്ഷെ ഇന്ന് കുറ്റബോധം വേണ്ട, തല ഉയർത്തി അനുതാപത്തോടെ കുമ്പസാരക്കൂട്ടിലേക്ക് പോകാം. മൂന്നാമത്, ശാപത്തിൽ നിന്നും ശാപഗ്രസ്ത സ്വാധീനങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടി. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. ഈ ബോധ്യം കിട്ടാത്തത് കൊണ്ടാണ് പൂർവിക ശാപം വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനിങ്ങനെ ഓടി നടക്കുന്നത്. അത് മറ്റൊരവസരത്തിൽ ഞാൻ വിശദീകരിച്ചു തരാം. ശാപം ഇനിയില്ല. രോഗത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും, രോഗങ്ങളുണ്ട് പക്ഷേ രോഗപീഠകൾ ഇന്ന് ഒരിക്കലും നമ്മെ അലട്ടുകയില്ല. നിയമത്തിൽ നിന്നും നിയമത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും. ഇനി ഇവയ്ക്കെല്ലാം കൂടി നമുക്ക് പറയാവുന്ന ഒരു പേരാണ് രക്ഷ. ഈ രക്ഷയുടെ സ്മാരകമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. കൂദാശവചനങ്ങൾക്ക് തൊട്ടു മുൻപ് അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം അങ്ങ് ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി ഈ രക്ഷയിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭൗതിക നിയോഗങ്ങളൊന്നും വയ്ക്കുകയില്ല. ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ 3-ാമത്തെ ഗഹന്ത പ്രാർത്ഥനയുടെ 2-ാം ഭാഗത്ത്, അതായത് കൂദാശവചനങ്ങളെ തുടർന്ന് അച്ഛൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇത് ഡാനിയേലച്ചൻ, മലങ്കര റീത്തിൽപ്പെട്ട അച്ഛൻ പറഞ്ഞപ്പോഴാണ് സീറോ മലബാറുകാരൊക്കെ ഇതിൻ്റെ അർത്ഥം കുറച്ചും കൂടി മനസ്സിലാക്കിയത്. എന്താണത്?
നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഓരോന്നും ധ്യാനിക്കണം. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും, കണ്ടോ, ഇതാണ് രക്ഷയുടെ അനുഭവം. മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അപ്പോൾ കുർബാനയിൽ നമുക്ക് അനുഭവം കിട്ടാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, നാം ഒത്തിരിയേറെ ജീവിത വ്യഗ്രതകളുമായിട്ടാണ് പങ്കെടുക്കുന്നത്. വ്യക്തിപരമായ നിയോഗങ്ങൾ, പരീക്ഷ, ജോലി, രോഗം, വിസ കിട്ടാത്തത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. പക്ഷെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം, നമ്മൾ ഈ ആദിമസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഭൗതിക നിയോഗങ്ങളൊന്നും അവർ ഒരിക്കലും സമർപ്പിച്ചിരുന്നില്ല. വിശുദ്ധന്മാരുടെ കാര്യവും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഭൗതിക നിയോഗങ്ങളെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ ഈ രക്ഷയുടെ അനുഭവം ചോർന്നു പോകുന്നു. കുർബാനയിൽ കിട്ടേണ്ട അനുഭവം നമുക്ക് കിട്ടാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൗതിക കാര്യങ്ങളിൽ നിന്നും നമ്മളെല്ലാം, ഞാനും മനുഷ്യനാണ്, പക്ഷേ എനിക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ സ്വകാര്യമായി ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാം. എന്നോട് പലരും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, അച്ഛൻ കുർബാനയിൽ നിന്ന് ഓർമ്മിക്കണം. ഞാൻ പലപ്പോഴും ഈ ആരാധനാ സമൂഹത്തിന് വേണ്ടി, എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടി, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി ഒക്കെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനുള്ള കടമ എനിക്കുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഈശോയും ഈ രക്ഷാചരിത്രവും ഒക്കെ എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നത് എന്നെ ഒത്തിരി അസ്വസ്ഥനാക്കി. കുർബാനയുടെ സമയത്ത് മുഴുവൻ ഞാൻ എന്നോട് പറഞ്ഞവരുടെ കാര്യങ്ങളും അവരുടെ സങ്കടങ്ങളും ഓർത്തിരിക്കും. അവസാനം ഞാനതിനൊരു പരിഹാരം കണ്ടെത്തി. തലേ ദിവസം രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് കടലാസിൽ ഈ പറഞ്ഞ നിയോഗങ്ങളൊക്കെ ചുരുങ്ങിയ വാക്കുകളിൽ, പേരുകൾ പോലും എഴുതി വയ്ക്കും. കുർബാനയ്ക്ക് തൊട്ടു മുൻപ് അൾത്താരയിൽ വന്ന് ഈ കാസായും പിലാസായും ഒക്കെ വെക്കുന്ന ആ കെത്താനയുടെ അടിയിലേക്ക് ഈ കടലാസ് വെക്കും. പിന്നെ ഞാൻ അതിലെ കാര്യങ്ങൾ അങ്ങോട്ട് മറക്കും. ചിലപ്പോഴൊക്കെ കാറോസയുടെ അവസാനം ഒന്ന് ഓർക്കും. കൂതാശാവചനങ്ങൾക്ക് ശേഷം കരങ്ങൾ വിരിച്ചു പിടിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴും ഒരു ചിത്രത്തിൽ എന്ന പോലെ അത് ഓർക്കും. പക്ഷേ കാഴ്ചവയ്പ്പിലും അല്പസമയം ഓർക്കാറുണ്ട്. ബാക്കി സമയം കഴിയുന്നിടത്തോളം ഇതൊന്നും ഓർക്കാതെ ഈ പ്രാർത്ഥനകളിൽ ഏകാഗ്രത പാലിക്കാൻ, രക്ഷാചരിത്രം ധ്യാനിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കുറെ കൂടി ഒരു ആത്മീയ അനുഭവം ഈ കുർബാനയിൽ കിട്ടാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ ചില നിയോഗങ്ങൾ പിന്നെയും കടന്നു വരും കേട്ടോ. അത് അപ്പോൾ അവർക്ക് വേണ്ടി മറ്റു സമയങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു സന്ദേശമായിട്ട് ഞാനിതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവർ, ഞാനിത് പറഞ്ഞത് ഞാൻ ചിലപ്പോൾ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാം. ഞാനിങ്ങനെ നിയോഗങ്ങളൊക്കെ എഴുതുന്നതിന് മുൻപ് ഒരു ദൈവവചനം എഴുതാറുണ്ട്. അതൊന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഞാൻ 1 യോഹന്നാൻ 2:2 പല ദിവസങ്ങളിൽ എഴുതാറുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. പിന്നെ മറ്റൊന്ന് ഹെബ്രായ ലേഖനം 12:24 നല്ല ശക്തമായൊരു വചനമാണ്. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സൗത്യത്തിലേക്കും ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്നിട്ട് ക്ലെയിം ചെയ്യും. ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് അവകാശപ്പെട്ടുകൊണ്ട്, ഈ വചനത്തിൻ്റെ കൃപയിൽ അവകാശപ്പെട്ടുകൊണ്ട്, കർത്താവേ ഈ നിയോഗങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. എനിക്ക് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഇടപെടൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് ഇങ്ങനെയല്ല, നിങ്ങൾക്ക് അൾത്താരയിലേക്ക് വരാൻ സാധിക്കുകയില്ല പലർക്കും. പക്ഷേ എന്ത് ചെയ്യാം, നിയോഗങ്ങൾ എഴുതി മടക്കി കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കൊച്ചു പുസ്തകത്തിൽ വെച്ചുകൊണ്ട് പോകാമല്ലോ. വേണമെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാമല്ലോ. അപ്പോൾ ഞാൻ വന്നിട്ട് അതൊക്കെ പരിശുദ്ധയമ്മയൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം, കാവൽമാലാഖെ ഏൽപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കുർബാനയിലെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരു പൊതുവായിട്ടുള്ള ഒരു ഓഡിയോ മെസ്സേജിൽ ഞാൻ ഇങ്ങനെ ഒരു സ്വകാര്യ കാര്യം പങ്കുവെച്ചത് ശരിയോ എന്നുള്ളത് ഒത്തിരി ആലോചിച്ചതിന് ശേഷമാണ്. തെറ്റൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നാളെ ഞായറാഴ്ചയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ഒരുങ്ങി ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. മരിയ വിയാനി പുണ്യവാളൻ ഒരിക്കൽ പറഞ്ഞു, ദിവികാരുണ്യത്തെക്കാൾ മഹത്തായതൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ദൈവം നമുക്ക് തരുമായിരുന്നില്ലല്ലോ, അത് തരാതിരിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിവികാരുണ്യത്തെക്കാൾ മഹത്തായ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരിക്കലും തരാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈശോ നേടിത്തന്ന രക്ഷയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ,
ഒരു ദിവസം എന്തുകൊണ്ടോ തിരക്കുകൊണ്ട് അച്ഛൻ കുർബാന അർപ്പിച്ചപ്പോൾ റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലുന്ന രണ്ടാമത്തെ പ്രാർത്ഥന സമയത്തിൻ്റെ കുറവ് കൊണ്ട് അച്ഛൻ അത് അന്ന് അങ്ങോട്ട് മാറ്റി ഉപേക്ഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വലിയ സങ്കടമായിരുന്നു. ആ പ്രാർത്ഥന നിങ്ങളൊന്ന് കേട്ടുകൊള്ളൂ. നാളെ ഒരുപക്ഷെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് അച്ഛൻ ചൊല്ലിയതിന് ശേഷം ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ശിരസ് ഉയർത്തി ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. എന്താണെന്നറിയാമോ? കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. നോക്കൂ, ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് സ്തുതിക്കുകയാണ്. അപ്പോൾ പനിയും വീസായും കൊച്ചിൻ്റെ ജോലിയും ഒന്നും വരുന്നില്ല. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിന് ശേഷം ഒരുപക്ഷെ ദൈവം അതിനുവേണ്ടി ഇത് എന്നെ കേൾപ്പിച്ചതായിരിക്കാം. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ ഹൃദയം നിറയാറുണ്ട്. ഈ രക്ഷാപദ്ധതിയുടെ മഹത്വത്തെക്കുറിച്ച്, അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിലാണ് ഞങ്ങൾ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ സങ്കടങ്ങളിലും വേദനകളിലും കർത്താവേ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് സങ്കടമില്ല, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഒരു അഭിഷേകം നമുക്ക് കിട്ടും. ഞാൻ ഈ വചനചിന്തകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഓരോ ദിവസവും നമുക്ക് ഭൗതിക നിയമങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ തലേ ദിവസം ഓർക്കണം. എല്ലാം ഓർത്തുകൊണ്ട് പള്ളിയിലേക്ക് ചെല്ലണം. കാഴ്ചവയ്പ്പിൻ്റെ സമയത്ത് ഓർക്കുന്നതിൽ തെറ്റില്ല. കാർസുസായുടെ അവസാനം ഓർക്കുന്നതിൽ തെറ്റില്ല. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ഓർക്കാം. പക്ഷെ ബാക്കി സമയത്തൊക്കെ ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ ആ പീഡാസഹനം, പരസ്യജീവിതം, മരണം, ഉത്ഥാനം ഒക്കെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിസ്മയത്തോടുകൂടി നിൽക്കുമ്പോൾ അത് നമുക്ക് അഭിഷേകമായിട്ട് മാറും. കർത്താവേ, വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും നിന്റെ തിരുരക്തം കൊണ്ട് മുദ്ര ചെയ്യുന്നു. ദൈവമേ, പരിശുദ്ധ കുർബാന അനുഭവത്തോടെ അർപ്പിക്കുവാൻ, ഈ പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ ആ സ്വർഗത്തിൻ്റെ ഒരു സ്നേഹം നിറയാൻ, ഈശോയുടെ രക്ഷാകര സംഭവങ്ങൾ മുഴുവൻ മനസ്സിലേക്ക് കടന്നു വരാൻ കർത്താവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. പരിശുദ്ധ രക്തം കൊണ്ട് ഞാൻ മുദ്ര ചെയ്യുന്നു. കർത്താവേ, നാളെ ഞായറാഴ്ച കൂടുതൽ വിശുദ്ധിയോടുകൂടി ബലിയർപ്പിക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധയമ്മയുടെ വലിയ സ്നേഹവും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.